ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചെറുതായിട്ടൊരു ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട്. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, പുലർച്ചാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വിച്ചുവിൻ്റെ ഫാമിലി കുറച്ച് പേര് കൂടിയിട്ട് നമ്മൾ ആലപ്പുഴ പോവുകയാണ് ഹൗസ് ബോട്ടിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ മോർണിംഗ് നേരത്തെ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ആലപ്പുഴയ്ക്ക്. സോ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രോപ്പ് ഷർട്ടും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ജീൻസാണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. ചെറുതായിട്ടല്ല, നല്ല രീതിക്ക് എനിക്ക് ഉറക്കക്ഷീണമുണ്ട്. കാരണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഫുൾ ടൈം എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി. ആദ്യം ചെറായി, പിന്നെ മലേഷ്യയിൽ വന്ന്, പിന്നെ കുറച്ച് അമ്പലങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ആലപ്പുഴയിൽ പോവുകയാണ് നമ്മൾ. 1 ഡേ ട്രിപ്പ് ആവാനാണ് മിക്കതും ചാൻസ്. നമ്മളിപ്പോഴും കൺഫേം ആക്കിയിട്ടില്ല. 1 ഡേ ട്രിപ്പ് ആവും, 90% 1 ഡേ ട്രിപ്പ് ആവാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? നമുക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺറൈസ് കാണാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഓറഞ്ച് കളർ സൂര്യനൊക്കെ കാണാൻ പറ്റി. നമ്മൾ പോകുന്നത് തൃശ്ശൂർ വഴിയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. വിച്ചു എനിക്ക് തോന്നുന്നു നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആസ് യൂഷ്വൽ ഇടിയപ്പമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇടിയപ്പം അതുപോലെ തന്നെ കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചട്നി വേറെ എന്തോ ഒരു വൈറ്റ് കളറിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ചില്ല. അങ്ങനെ നമ്മളിത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു നമ്മൾ ശരവണ ഭവനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വിച്ചുവിൻ്റെ അച്ഛൻ്റെ ചേട്ടനും അതുപോലെ തന്നെ വല്യമ്മയും വല്യച്ഛനും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ചെറിയൊരു ട്രിപ്പായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വിച്ചു ഇങ്ങനെ വന്നിങ്ങനെ എത്തിച്ചു നോക്കുമായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചധികം ദൂരമുണ്ട് ഇവിടുന്ന്. ഓൾമോസ്റ്റ് ഒരു 5 hours മേലെ ഉണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക് ഗുരുവായൂരിന് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു 2-3 hours ഒക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു 5 hours മേലെ, ഓൾമോസ്റ്റ് 6 hours ഉണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക്. നമുക്ക് അങ്ങനെ വഴി അറിയാത്ത കാരണം ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റിയിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ ആലപ്പുഴയിൽ ബോട്ട് ഹൗസ്, അതായത് ഹൗസ് ബോട്ടൊക്കെ നിൽക്കുന്ന പ്ലേസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് കയറണം. നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കൊണ്ടുപോകാമെന്ന് അവിടുത്തെ ഹൗസ് ബോട്ടിൻ്റെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ കയറുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരുവിധം എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. 1-2 പേരാണ് മുന്നേ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമുക്ക് ഡേ ആണ് ബുക്ക് ചെയ്തേക്കുന്നത്, നൈറ്റ് അല്ല, ഡേ ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. മോർണിംഗ് ഒരു 11 ചെക്കിൻ ഉണ്ടായിരുന്ന ടൈം. 5 മണി വരെയാണ് നമ്മുടെ സമയം. നമ്മൾ ചെക്കിൻ ചെയ്തത് ഒരു 12:30 ആകുമ്പോഴാണ് കേട്ടോ. ചെറുതായിട്ട് ബ്ലോക്കൊക്കെ കിട്ടി, നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെക്കിൻ ചെയ്തത്. ഈ ഒരു ബോട്ടിന് നമുക്ക് എമൗണ്ട് വന്നത് ഡേക്ക് 10K ആണ്, വിത്തൗട്ട് AC, 2 ബെഡ്റൂം, അതുപോലെ തന്നെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചൺ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും കേട്ടോ. ഉച്ചത്തെ ലഞ്ച് ഇതിൽ ഇൻക്ലൂഡ് ആണ്, അതുപോലെ തന്നെ വൈകിട്ടത്തെ സ്നാക്സും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളെല്ലാവരും റൂമൊക്കെ ഒന്ന് കാണുമായിരുന്നു. അപ്പോൾ റൂം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു. റൂമിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ എങ്ങനെയാണോ ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം ഉണ്ടാവുക അതേപോലെ ആയിരുന്നു റൂമും കാര്യങ്ങളൊക്കെ. 2 റൂമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് അഖിലേച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു റൂമാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. പിന്നെയാണ് 2 റൂമുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. 2ഉം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്ക് AC യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 3000 കൊടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ AC യൂസ് ചെയ്തില്ല. കാരണം റൂമിൽ കിടക്കാനല്ലല്ലോ നമ്മൾ വന്നത്, നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനല്ലേ. സോ നമ്മൾ AC അങ്ങനെ യൂസ് ചെയ്തില്ല. അത് നന്നായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം AC വേസ്റ്റ് ആയേനെ. നമ്മൾ കുറേ നേരം പുറത്ത് തന്നെയാണ് ഇരുന്നത്. ഭക്ഷണം കഴിച്ചു ഒരു 1/2 മണിക്കൂർ നേരം എല്ലാവരും റെസ്റ്റ് ചെയ്തെന്നല്ലാണ്ട് ബാക്കി എല്ലാവരും പുറത്ത് തന്നെയാണ് ഇവിടെ ഇരുന്നത്. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മേലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് കയറി മേലേക്ക് പോയപ്പോൾ ഫുൾ ഇങ്ങനെ സോഫ സെറ്റും അതുപോലെ തന്നെ ചുറ്റും ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുക്കിൽ ഒരു ചെറിയൊരു ടേബിളും 4-5 ചെയറും വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബാൽക്കണി എന്നൊക്കെ പറയാം. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കിടന്നു. ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം 5 മണിക്കൂറിന് 6 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരൊറ്റ തവണയാണ് നമ്മൾ 1-2 തവണ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന കാരണം കുറച്ചധികം വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാലിലൊക്കെ. പിന്നെ നമുക്ക് വന്നുകൊണ്ട് തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാരങ്ങ വെള്ളമാണ് തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നല്ല ഐസൊക്കെ ഇട്ട നാരങ്ങ വെള്ളം. പിന്നെ നമ്മൾ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആലപ്പുഴയിലെ ബോട്ടിങ്ങിന് ഫസ്റ്റ് ടൈം ആണല്ലോ. കുറേ ബോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ബോട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേപോലെയാണ്. ചിലതൊക്കെ നല്ല വലുതാണ്. 16 ബെഡ്റൂം, 8 ബെഡ്റൂം,
6 ബെഡ്റൂമൊക്കെ ഉള്ളതാണ്. ചിലത് ഒറ്റ ബെഡ്റൂം 2 ബെഡ്റൂമേ ഇല്ലാത്തതുണ്ട്. പിന്നെ ടൂറിസം യൂസ് ചെയ്യണ അങ്ങനെ ടൂറിസത്തിന് യൂസ് ചെയ്യണ കുറച്ചധികം ബോട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കുറച്ചധികം നേരം എല്ലാവരും ആ ഒരു വ്യൂ ഒക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ ചേട്ടനും അതുപോലെ തന്നെ വൈഫും വലിയമ്മയും വലിയച്ഛനും പിന്നെ അവർക്ക് 2 മക്കളാണ് കേട്ടോ. വിനുവേട്ടനും വിവേകും അതുപോലെ തന്നെ വിനുവേട്ടൻ്റെ വൈഫാണ് അഖിലേച്ചിനും വിനുവേൻ്റെയും മോളാണ് വാമി കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തന്നതാണ്. ഇനി ഇവരൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റും. ഫുൾ വിച്ചിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇതാണ് വാമിക്കുട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചു. അതിൻ്റെ ഇടയിൽ ബോട്ട് ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളോട് ഫിഷ് വാങ്ങാൻ വേണമെങ്കിൽ ഫിഷ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊഞ്ച് വാങ്ങി. എനിക്ക് തോന്നുന്നു 1 കിലോയ്ക്ക് 1500 അങ്ങോട്ടാണ് കൊഞ്ചിന് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ വിച്ച് എണീക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. വിച്ചിന് നല്ല രീതിക്ക് ഷൈനസ് ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. ചിലർ കല്യാണത്തിൻ്റെ വീഡിയോയിലൊക്കെ പറയണ കമൻറ്റ് കണ്ട് ഞാൻ വിച്ചു ചിരിക്കണില്ല. അതുപോലെ തന്നെ വിച്ചു നല്ല ഇൻട്രോവേർട്ടാണ്. ശരിയാണ്, വിച്ചു നല്ല രീതിക്ക് ഇൻട്രോവേർട്ടാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്, എക്സ്ട്രോവേർട്ടാണ്. വിച്ചുവിന് അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഷൈനസ് ഉള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. കുറച്ച് നാണം ഒക്കെ ഉള്ളതാണ് ക്യാമറ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ. അല്ലാണ്ട് വിച്ചിന് വേറൊരു കുഴപ്പമൊന്നുമില്ല. വിച്ചു ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക ഹാപ്പി ആയിട്ട് തന്നെയാണ് കല്യാണമൊക്കെ കഴിച്ചത്. കുറേ പേരെ കമൻറ്റ് കണ്ടു ഹാപ്പി അല്ല, നിർബന്ധിച്ചിട്ട് കഴിക്കണ പോലെ ഉണ്ടെന്നൊക്കെ. ഒരിക്കലും അല്ല, നമ്മുടെ 5 years of love ആണ്. പക്ഷേ വിച്ചിന് ഈ ഒരു എന്താ പറയുക ഇൻട്രോവേർട്ട് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വിച്ചു ഓക്കെയാണ്. ഇടയ്ക്കൊക്കെ വിച്ചിന് കൂടുതലായി കഴിഞ്ഞാൽ വിച്ചിന് നാണം വരും. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ കപ്പിൾ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളിങ്ങനെ ബോട്ടിലെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം റെഡി ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. 2:30-ക്കൊക്കെ നമ്മളാണ് നമുക്ക് ഭക്ഷണം കിട്ടിയത് കേട്ടോ. അതിനിടയിൽ നമ്മൾ ഏകദേശം കായലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. കുറേ ബോട്ട് കാണാൻ പറ്റി. കുറേ ബോട്ട് ഇങ്ങനെ ദൂരത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പീഡ് ബോട്ട് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്പീഡ് ബോട്ടിൽ കയറി നമുക്ക് പോകാം കേട്ടോ. ഭയങ്കര സ്പീഡാണ്. എനിക്കിങ്ങനെ വെള്ളം പേടിയായതുകൊണ്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ പേടിയാക്കാൻ അവർ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വരുമ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത് കേട്ടോ. പിന്നെ നമ്മൾ കൊഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അവരത് ഫ്രൈ ചെയ്തിട്ട് ലഞ്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ നമ്മൾ.
ഫൈനലി ഇതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കരിമീനാണ്. കരിമീൻ പൊരിച്ചതുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിയലുണ്ടായിരുന്നു, ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു, മോരുകൂട്ടാൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ കൊഞ്ച് വറുത്തതുണ്ടായിരുന്നു, കുറേ കറികളും ചോറും പപ്പടം കൂട്ടിയിട്ട് കണ്ട് ചോറ് കഴിച്ചിട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചോറ് കഴിക്കുന്നത്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറായിലായിരുന്നു, പിന്നെ മലേഷ്യയിലായിരുന്നു, പിന്നെ നാട്ടിൽ എന്നിട്ട് ഇതാ ഇപ്പോഴാണ് നല്ല ഊണും കുറേ കറികളും കൂട്ടി നല്ലൊരു ഊണ് കഴിക്കുന്നത് കേട്ടോ. അതിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാരണം കുറേ ആയില്ല ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട്, ഒരാഴ്ചന് മേലെ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട്. എപ്പോഴും മറ്റേ ടൈപ്പ് ഫുഡ് കഴിക്കണം, കാരണം ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻ വറുത്തതും അതുപോലെ തന്നെ ചോറും കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സ് കുറച്ച് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേസിൻ്റെ പാക്കറ്റും ജ്യൂസും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിച്ചുവിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വിച്ചു 1-2 ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യും, അതിൽ കൂടുതലായി വിച്ചുവിനെ ബോറടിക്കും കേട്ടോ. അപ്പം ഞാൻ വിച്ചും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഇവിടെ കുറേ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൗണ്ട് തോമയിലുള്ള പള്ളി ചേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയാണ്. പിന്നെ കുറേ ബ്രിഡ്ജും അതുപോലെ തന്നെ കുറേ വീടുകളും കുറേ ഷോപ്പുകളും കുറേ പ്ലേസ് നമുക്ക് ആ ഒരു ബോട്ട് ഓടിക്കണ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ പടത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ചേട്ടൻ പറഞ്ഞ പകുതി പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ സൗണ്ട് തോമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് ഏതൊരു മൂവിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ മൂവിയുടെ പേര് പറഞ്ഞു. പിന്നെ ആ ചേട്ടനായാലും കുറേ മൂവി ഷൂട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ഇവിടെ നിന്ന്. പിന്നെ നമ്മളിതാ സ്നാക്സ് കഴിക്കാനിരുന്നു. ഇന്ന് സ്നാക്സ് പഴംപൊരി ആയിരുന്നു കേട്ടോ. പഴംപൊരിയും അതുപോലെ തന്നെ ചായയും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും കുടിക്കാത്ത കാരണം പഴംപൊരി മാത്രം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പഴംപൊരിയാണ് കേട്ടോ. നല്ല അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ അത് കഴിച്ചു വിട്ടിരുന്നിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 5 മണി വരെയാണല്ലോ സമയമുള്ളത്. ഒരു 4:45 ആകുമ്പോഴേക്കും ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസും നേരത്തെ പറഞ്ഞ പോലെ കപ്പിൾ ഫോട്ടോസും നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോണിലും അതുപോലെ തന്നെ ഉണ്ണിയുടെ ഫോണിലും കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ലുലു മാളിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന കാർ കേട്ടോ. ലുലു മാളിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ലുലു മാളിൽ പോയി കളിക്കാനുള്ള പ്ലേസിലേക്കാണ് പോണത്. അതിന് മുന്നേയായിട്ട് നമ്മൾ ഉണ്ണിക്ക് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ കളിപ്പിച്ച് കഴിപ്പിക്കുന്ന ഐസ്ക്രീം ഇല്ല, ടർക്കിഷ് ഐസ്ക്രീം. അത് ടർക്കിഷ് ഐസ്ക്രീം തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ണിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഉണ്ണി അത് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം അവളെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു അവളുടെ എക്സ്പ്രഷൻ കാണാനായിട്ട്. ഒരു 2 മിനിറ്റിന് നേരെ കൂടുതൽ അയാൾ ഉണ്ണിനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൾക്ക് ഇഷ്ടമായി. കുറേ കളവ് വിളിച്ചറിഞ്ഞു കേട്ടോ. അവൾക്ക് ദേഷ്യം വന്നിട്ട് കുറേ നേരമായല്ലോ കളിപ്പിക്കണം. പിന്നെ അവൾക്കത് കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. റൈഡിൽ കയറി ഞാനും ഉണ്ണിയും അതുപോലെ തന്നെ അഖിലേച്ചിയും വിച്ചും കൂടി റൈഡിൽ കയറിയിട്ടു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ റൈഡ് പേടിയാണ്, പക്ഷേ എനിക്ക് കയറാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഇങ്ങനെ കാർഡ് വെച്ചിട്ട് ഡോൾ എടുക്കുന്ന സംഭവം നോക്കി. പക്ഷെ അതിൽ എന്താ പറയുക, വൻ പരാജയമായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. എനിക്കിത് കിട്ടാറേ ഇല്ല കേട്ടോ. എനിക്ക് ഇതുവരെയായിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ. ഇനി ദുബായിൽ പോയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ല, കിട്ടിയിട്ടില്ല. എനിക്കിത് എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് എത്ര കളിച്ചാലും ഇത് ശരിയാവാറില്ല. എന്താണാവുക. പിന്നെ നമ്മൾ പോണ വഴിയിൽ അലിബാബ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ ഇതുപോലത്തെ ട്രിപ്പിൻ്റെ വ്ളോഗ്സൊക്കെ ഉണ്ടാവും. കാരണം ഫുൾ വിരുന്നും അതുപോലെ തന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.